തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മാനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തെ, നിനക്ക് വന്ദനം. ലൂക്ക തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് തെയോഫിലസിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരെക്കുറിച്ചാണ് സുവിശേഷത്തിൽ പിന്നീട് പറഞ്ഞു തുടങ്ങുന്നത്. നീതിനിഷ്ഠനായിരുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും നന്നായി ജീവിച്ച സക്കറിയായിക്ക് കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം ആരംഭിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ ഇത്രനാളും ദൈവത്തിന് ശുശ്രൂഷ ചെയ്തിട്ടും ഒരു കുഞ്ഞിനെ ലഭിക്കാത്തതിൽ നിരാശനായിരിക്കുന്ന സക്കറിയ ദൈവത്തിൻ്റെ മുമ്പിൽ ധൂപാർപ്പണം ചെയ്യുന്ന സമയത്ത് ദൈവം അവനോട് പറയും, നിനക്കൊരു കുഞ്ഞിനെ നൽകുമെന്ന്. ഈ ഒരു കുഞ്ഞിനെ കിട്ടുന്നതിനെക്കുറിച്ച് ഓർക്കുന്ന സമയം മുതൽ പിന്നീട് സക്കറിയ മൂകനായിരുന്നു. ദൈവസന്നിധിയിൽ നിന്ന് പോയി അവൻ മറ്റാരോടും മാനുഷികമായ കാര്യങ്ങളൊന്നും തന്നെ സംസാരിച്ചില്ല. ദൈവികമായ രഹസ്യങ്ങളെക്കുറിച്ച് അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവനിൽ നിന്ന് ജനിച്ച കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ക്രിസ്തുവിന് വഴിയൊരുക്കുന്നവനായി തീർന്നു. സുവിശേഷത്തിൻ്റെ അവസാനത്തോടടുക്കുമ്പോൾ നമ്മൾ കാണും, ദൈവത്തിൻ്റെ ഇടപെടൽ കണ്ടിട്ട്, ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദാരുണമായ അന്ത്യം കണ്ടിട്ട് പകച്ചു നിൽക്കുന്ന ശിഷ്യന്മാരെക്കുറിച്ച്. എന്നാൽ അവർ ദൈവത്തിൽ ആശ്രയിക്കുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് വന്നിട്ട് ക്രിസ്തു പറയും, നിങ്ങൾക്ക് സമാധാനമെന്ന്. ഇതിനുശേഷം ഇവരെക്കുറിച്ച് പറയുന്നതും ഇങ്ങനെ തന്നെയാണ്. അവർ സദാസമയവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടിയെന്ന്. ഇതിനുശേഷം ലൂക്ക തന്നെ എഴുതിയ അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മളിങ്ങനെ വായിക്കും, അവർ പെന്തക്കുസ്ത ദിവസത്തിൽ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി എന്ന്. ജീവിതത്തിൻ്റെ നിർണായകമായ സമയങ്ങളിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നിരാശപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ആശ്രയിക്കാൻ പറ്റുന്ന ഇടം ദൈവസന്നിധി തന്നെയാണ്. ദൈവസന്നിധിയിൽ ആശ്രയിക്കുന്നവരെ ദൈവത്തിന് പ്രിയപ്പെട്ടവരെന്ന് കാണും. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ അവൻ തൻ്റെ ആത്മാവിന് നൽകി വിശുദ്ധീകരിക്കും. ദൈവത്തിന് പ്രിയപ്പെട്ടവരായി സുവിശേഷത്തിൽ ലൂക്ക കാണിച്ചു തരുന്ന 1-2 വ്യക്തികൾ കൂടിയുണ്ട്. ദേവാലയത്തിൽ എല്ലാവരും ഭണ്ഡാരത്തിലേക്ക് നിക്ഷേപിക്കുന്നത് കാണുമ്പോൾ 2 നാണയം മാത്രം നിക്ഷേപിച്ച ഒരു ദരിദ്ര സ്ത്രീയെ ക്രിസ്തു ഏറ്റവും കൂടുതൽ നിക്ഷേപിച്ചവളെന്ന് കാണും. ഏറ്റവും ഭാഗ്യപ്പെട്ട സ്ത്രീ എന്ന് വിശേഷിപ്പിക്കും. ക്രിസ്തു കണ്ടത് അവളുടെ ഉള്ളിലെ ദൈവാശ്രയ ബോധത്തെയായിരുന്നു. മറ്റുള്ളവരെല്ലാവരും ഒറ്റപ്പെടുത്തി നിൽക്കുന്ന സക്കേവൂസ് എന്ന ചുങ്കക്കാരനെ ക്രിസ്തു വിളിച്ചു വരുത്തുന്നത് ദൈവത്തെ കാണാനുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു. നമ്മുടെ ഉള്ളിൽ ദൈവാശ്രയബോധമുണ്ടെങ്കിൽ ക്രിസ്തുവിനത് കാണാനാവും. അങ്ങനെയെങ്കിൽ ക്രിസ്തു കണ്ട ദരിദ്രയായ വിധവയെ ഉന്നതയായ സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചതുപോലെ, പാപിയായ സക്കേവൂസിനെ രക്ഷ ലഭിച്ചവനെന്ന് വിശേഷിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രകാശമുണ്ടാവും. ദൈവത്തെ കാണാൻ ആത്മസമർപ്പണത്തോടുകൂടി പ്രതിസന്ധികളിൽ ദൈവത്തെ ആശ്രയിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ.